സമൂഹ മാധ്യമങ്ങളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഏറ്റവും കൂടുതലും കാണാൻ കഴിയുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രങ്ങളാണ്. ആ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ഒരുപാട് പേർ പങ്കുവെച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ കാണാം. അവരെ അനുമോദിക്കുന്ന, അവരുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന, നീയാണ് യഥാർത്ഥ പെണ്ണ്, നീയാണ് പെണ്ണുരുത്തി, നീയാണ് തീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇത്രയധികം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ ആ പെൺകുട്ടി പറഞ്ഞ നിലപാടുകളാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലെ ഒരു കണ്ടസ്റ്റന്റാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഞാനിതിനു മുമ്പ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സമൂഹത്തിന് യാതൊരുവിധ ഉപകാരവും ഒരു ഗുണവുമില്ലാത്ത, വളർന്നു വരുന്ന യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി, ആ പരിപാടിയുടെ ഒളി അജണ്ടകളെക്കുറിച്ചും ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിപാടിയെക്കുറിച്ച് വെറുതെ സംസാരിച്ചൊരു വീഡിയോ ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ അത് സമൂഹത്തിന് അത്രത്തോളം ദോഷകരമായി ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഇത്തരം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നും ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചേ മതിയാകും. നമുക്കറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് ആദില നൂറ എന്ന് പറയുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ ഏഷ്യാനെറ്റ്, അതായത് ഒരു പരിപാടിയുടെ അവതാരകർ കൊണ്ടുവരികയുണ്ടായി. ഇതിനു മുമ്പുള്ള ഒരു ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡിലും അല്ലെങ്കിൽ ഒരു പരിപാടിയിലും ഇത്തരമൊരു കപ്പിൾസിനെ അല്ലെങ്കിൽ ഇത്തരമൊരു ആൾക്കാരെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഒരുപക്ഷെ കുട്ടികളുമൊക്കെ കാണുന്ന ഇത്തരമൊരു പരിപാടിയിലേക്ക് ഇത്തരത്തിലുള്ള ലെസ്ബിയൻ കപ്പിൾസിനെ കൊണ്ടുവന്നുകൊണ്ട് അവരെ നോർമലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ അങ്ങനെയൊന്നുമല്ല, അവർ മറ്റുള്ളവരെ പോലെ സാധാരണക്കാരായ ആളുകളെ പോലെ തന്നെയാണെന്ന് അത്തരത്തിൽ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് ഈ വർഷത്തെ ബിഗ് ബോസ് പരിപാടി അത് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള ആ ഒരു പരിപാടിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു വെച്ചപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതലും എനിക്ക് പിന്തുണ ലഭിച്ചത്, അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞത് ഇതര മതസ്ഥരായ സഹോദരങ്ങളായിരുന്നു. ഈ ഒരു പരിപാടി ഞങ്ങൾ ഒരിക്കലും കാണില്ല, അത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതര മതസ്ഥരായ ഹൈന്ദവ സഹോദരങ്ങളായ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും അതോടൊപ്പം മറ്റുള്ള മതസ്ഥരുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നോക്കിയൊരു പരിപാടി എത്രത്തോളം ദോഷം ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് പോലും അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റ് ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രസ്താവനകൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നടത്തി. അത് ഞാനൊന്ന് കാണിക്കാം. ഇതായിരുന്നു ആ ഒരു പെൺകുട്ടി നടത്തിയ ആ ഒരു പ്രസ്താവന. അതായത് ആദില നൂറ എന്ന് പറയുന്ന കപ്പിൾസിനെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത്. ഇതിനുശേഷം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയുടെ അവതാരകനായ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇവർ നടത്തിയ, അല്ലെങ്കിൽ ആ ഒരു സഹോദരൻ നടത്തിയ ആ ഒരു നിലപാടിനെതിരെ ദേഷ്യപ്പെട്ട് അവരെ ശകാരിക്കുന്ന കുറച്ച് കാഴ്ചകളും കാണാൻ സാധിച്ചു. ആ വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം. ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണ്. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? അപ്പൊ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. അവിടെ നിൽക്കാൻ സാധിക്കില്ല. എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? സർ, ഞാൻ എന്റെ പെർസ്പെക്ടീവ് പറയാം. നിങ്ങൾ ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനാണ് ചോദ്യം ചെയ്യുന്നത്. എത്രയോ കഴിഞ്ഞ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് എന്താണ് കുഴപ്പം? ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ ഇതല്ല പറഞ്ഞേ. ഞാനൊരു അമ്മയാണ്. എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്. ഏത് ഏജിലാണ് ഷോ കാണുന്നതല്ലേ? നിങ്ങളുടെ അമ്മയും മകളും കാണുന്നതാണ്. എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. കേട്ടില്ലേ അവർ പറഞ്ഞത്? അതായത് ലക്ഷ്മി എന്ന് പറയുന്ന ആ സഹോദരി അവരുടെ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. ആദില നൂറ എന്ന് പറയുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ ഇത്തരമൊരു ആശയത്തെ അതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അതിനെനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന ശക്തമായ നിലപാടിൽ ആ സഹോദരി ഉറച്ചു തന്നെ നിൽക്കുന്നു. പക്ഷെ അതിനെ അംഗീകരിക്കാൻ മോഹൻലാലിന് സാധിക്കുന്നില്ല. അയാൾ എന്തൊക്കെയോ ദേഷ്യപ്പെടുകയാണ്, വലിയ ആക്രോശം നടത്തുകയാണ്. പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോളൂ എന്നുള്ള രീതിയിലൊക്കെ ശക്തമായി ആ സഹോദരിയോട് സംസാരിച്ചു വെക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. നോക്കൂ, ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന് ഒരുപക്ഷെ കേരളത്തിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട്, ഒരു മഹാനടനൊക്കെ എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. നോക്കിവിടെ ലക്ഷ്മി അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ മോഹൻലാൽ മറ്റൊരു ഡയലോഗ് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവരെ കയറ്റുമെന്നുള്ള രീതിയിലൊക്കെ ഒരു മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അതിനെ കൈയടിക്കാനും കുറേ എണ്ണമുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ആദില നൂറ എന്ന് പറയുന്ന കപ്പിൾസിനെ വീട്ടിനകത്ത് കയറ്റാനുള്ള
അനുവാദവും സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നത് പോലെ തന്നെ അവരെ എതിർക്കാനും വിമർശിക്കാനും വീട്ടിൽ കയറ്റാതിരിക്കാനുമുള്ള അവകാശം ലക്ഷ്മി എന്ന് പറയുന്ന സഹോദരിക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതുപോലും ആ ഒരു കാര്യം പോലും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആ സഹോദരിയോട് കയർത്തു സംസാരിക്കുകയാണ്, ദേഷ്യപ്പെട്ടുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് അവരെ അത് സമ്മതിപ്പിക്കുന്ന മട്ടിലാണ് മോഹൻലാലിന്റെ സംസാരവും രീതിയുമൊക്കെ. നമുക്കിവിടെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2 മക്കളുണ്ട്, ഒരു പെണ്ണും ഒരാണുമുണ്ട്. അയാളുടെ മകൾ മറ്റൊരു പെണ്ണിനെ ഇതുപോലെ ലെസ്ബിയൻ കപ്പിൾസായി മാറി വീട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം? അതോടൊപ്പം അദ്ദേഹത്തിന്റെ മകനും ഇതുപോലെ മറ്റൊരു ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു ഗേ കപ്പിൾസായി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ പ്രതികരണം? ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ എല്ലാവരെയും കൊണ്ട് പറ്റും, കൈയടിക്കാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കും, മാസ് ഡയലോഗ് അടിച്ച് BGM ഇടാൻ എല്ലാവരെയും കൊണ്ട് പറ്റും. പക്ഷെ അത് തന്റെ സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ അതിന്റെ പ്രത്യാഘാതം, അതിന്റെ വിഷമം, അതിന്റെ പ്രയാസം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഈ പറയപ്പെടുന്ന അവിടെ നിന്നുകൊണ്ട് മാസ് ഡയലോഗൊക്കെ അടിക്കുന്ന ആ മോഹൻലാലും, ഈ പറയപ്പെടുന്ന നിലപാടോടുകൂടി സംസാരിച്ച ലക്ഷ്മിയും, ഈ സംസാരിക്കുന്ന ഞാനും, അവിടെ മോഹൻലാലിന്റെ ഡയലോഗ് കേട്ട് കൈയടിക്കുന്ന കുറെ കണ്ടസ്റ്റന്റും, ഈ ആളുകളെല്ലാം ഉണ്ടായത് ഒരാണും പെണ്ണും തമ്മിലുള്ള പരസ്പര വൈവാഹിക ജീവിതത്തിലൂടെയാണ്. എന്നാൽ നേരെ മറിച്ച് ഒരാണും ആണും തമ്മിലാണ്, ഒരു പെണ്ണും തമ്മിലാണ് ഇത്തരത്തിൽ വിവാഹം കഴിച്ചിരുന്നത് എങ്കിൽ ഈ പറയപ്പെടുന്ന മോഹൻലാലോ ഞാനോ നിങ്ങളോ ആരോ ഉണ്ടാകുമായിരുന്നില്ല. അത് ചിന്തിക്കാനുള്ള ലേശം ബുദ്ധി പോലും ഇത്തരം ആളുകൾക്കില്ല എന്നുള്ളതാണ്. നമുക്ക് നൊന്തു പ്രസവിച്ച മാതാപിതാക്കൾ പോലും ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ തള്ളി പറഞ്ഞതാണ്. അവർ പോലും ഈ 2 കുട്ടികളെയും വീട്ടിലേക്ക് കയറ്റുന്നില്ല. കാരണം അവർ അവരുടെ മക്കളിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും അർപ്പിച്ചിരുന്നു. നല്ലൊരു ചെറുക്കനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് നല്ല ഭാവി സ്വപ്നം കണ്ട് അതിലൂടെ തങ്ങൾക്കൊരു ചെറുമകൾ അല്ലെങ്കിൽ ഒരു ചെറുമകനെ കാണാൻ അവർ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായി കാണും. അതിനെല്ലാം തകർത്തുകൊണ്ടാണ് ഈ പറയുന്ന 2 പെൺകുട്ടികളും ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലേക്ക് പോയിക്കൊണ്ട് വിവാഹം കഴിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ 2 പെൺകുട്ടികളെ ആ മാതാപിതാക്കൾക്ക് അംഗീകരിക്കാനാകും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജാസി ആഷി എന്ന് പറയുന്ന ഒരു ഗേ കപ്പിൾസ്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി ഈ ആഷി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ നിർബന്ധമായി പിടിച്ചു വച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ മകനെ വിട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉമ്മ വേദനയോടുകൂടി സങ്കടപ്പെട്ട് കണ്ണീരോടുകൂടി സംസാരിക്കുന്ന വീഡിയോകൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിനെക്കുറിച്ച് ഞാനും ഒരു വീഡിയോയിൽ പ്രതികരിക്കുകയും ചെയ്തു. നമുക്കതിൽ ആ ഒരു ഉമ്മ പൊട്ടിക്കരയുകയാണ്, സങ്കടത്തോടുകൂടി, വിഷമത്തോടുകൂടി, മനപ്രയാസത്തോടുകൂടി ആ ഉമ്മ തൻ്റെ മകനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. എൻ്റെ മകനെ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നു. ആ ഉമ്മയുടെ പ്രയാസത്തിന്, കണ്ണീരിന് ആരു മറുപടി പറയും? ഇതുപോലെ ലോകത്ത് എത്രയെത്ര അമ്മമാർ, എത്രയെത്ര മാതാപിതാക്കൾ സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇത് പറയുമ്പോൾ ഒരു മുസ്ലിമായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉസ്താദൊക്കെയാണ് ഇത്തരം ഒരു LGBTQ അല്ലെങ്കിൽ ഒരു സുവർഗ ലൈംഗികത എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ 6ാം നൂറ്റാണ്ടുകാരാണ്, അവർ സുഡാപ്പികളാണ്, അവർ തീവ്രവാദികളാണ് എന്നൊക്കെ പറയുന്ന ഒരു പ്രവണത ഇസ്ലാമിക വിരുദ്ധരിൽ നിന്നും പലപ്പോഴായി ഉണ്ടാകാറുണ്ട്. ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഈ ഒരു ആശയത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഒരു ആണും തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കുന്ന ഒരാശയത്തിലൂടെ, ഒരു പെണ്ണും തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കുന്ന ഒരാശയത്തിലൂടെ എന്തു സന്ദേശം, എന്തു ഗുണമാണ് ഈ ലോകത്തിലുണ്ടാകുന്നത്? നമുക്കറിയാം, അമേരിക്കയിൽ ട്രംപ് നടത്തിയൊരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായി. ഇനി മുതൽ അമേരിക്കയിൽ ആണും പെണ്ണും മാത്രം മതി, നേരെ മറിച്ച് ആണും പെണ്ണുമല്ലാത്ത LGBTQ എന്ന് പറയുന്ന അത്തരം വിഭാഗക്കാർ ഇനി മുതൽ അമേരിക്കയിൽ വേണ്ട എന്നുള്ള നിലപാടായിരുന്നു ട്രംപ് നടത്തിയത്. ട്രംപ് നടത്തിയാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു ഉസ്താദുമാർ, ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ അത്തരം ഒരു ആശയത്തെ ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊരു തീവ്രവാദിയായി, അവൻ 6ാം നൂറ്റാണ്ടുകാരനായി, പ്രാകൃത മതക്കാരനായി, അങ്ങനെ പലതരം കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും ഇരയാകേണ്ടി വരും.